നമസ്കാരം. നമ്മുടെ സുരേഷ് ഗോപി വളരെ പാവാണ്. അദ്ദേഹം കേരളത്തിന് പലതും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എയിംസ് ആണ്. മാത്രമല്ല അതിവേഗ റെയിൽവേയും കൊണ്ടുവരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു എന്തില്ല, അതിരുകളില്ല. അതിരുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കുകയും അങ്ങനെ വളരുകയും ചെയ്യുന്ന ഒരാളാണ്, വളർത്തുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം സ്വയം ഡിക്ലെയർ ചെയ്യും. അത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാൽ എന്ത്, പറഞ്ഞില്ലെങ്കിൽ തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൃശ്ശൂർ എടുത്തില്ലേ. അത് ആദ്യം കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് പോയി മെനക്കെട്ട് അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തു. കരുവന്നൂർ ബാങ്കിന്റെ സമരത്തിൽ 18 കിലോമീറ്റർ അദ്ദേഹം നടന്നു. പിന്നെയോ അതിന് അതേപോലെ അദ്ദേഹം കരുവന്നൂരിലെ എല്ലാത്തിനെയും പിടിച്ച് അകത്താക്കെന്ന് പറഞ്ഞു. പിന്നെയോ പിന്നെന്താണ് പറഞ്ഞത്? പിന്നെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിനെ എന്താക്കും, സ്വർഗതുല്യമായ സ്ഥലമാക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എയിംസ് കൊണ്ടുവരുന്നു പറഞ്ഞു, പിന്നെ അതിവേഗ റെയിൽവേ കൊണ്ടുവരുന്നു പറഞ്ഞു. അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറേ പാവങ്ങൾക്കൊക്കെ സംഭാവന കൊടുത്ത് തൃശ്ശൂർ പോലും അങ്ങനെ കലക്കി. അദ്ദേഹം ആംബുലൻസ് കയറി അവിടെ എത്തി. അങ്ങനെ ഒറ്റയടിക്ക് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അത്ഭുത മാന്ത്രിക വിദ്യയോടെ പരിഹരിച്ചു. അദ്ദേഹം ഹീറോ ആയി. അങ്ങനെ 2024 ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം വിജയിച്ചു. 75,000 വോട്ടാണ് ജയിച്ചത്. നമ്മൾ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഏത് സിനിമയിലുള്ള അതേപോലെയുള്ള ത്രില്ലർ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അദ്ദേഹം ശരിക്കും തൃശ്ശൂർ ഇങ്ങോട്ടെടുക്കുക തന്നെ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വില എത്രമാത്രം ഉയർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എയിംസ് എന്നുള്ള വേഡ്. നമ്മൾ വിചാരിച്ചത് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഇത് വരുമെന്നാണ്. കാരണം ഈ നിയമസഭാ ഇലക്ഷനിൽ എന്തെങ്കിലും BJP ഗുണം കിട്ടണമെങ്കിൽ എയിംസും കേന്ദ്ര വിഹിതമായി കിട്ടേണ്ട അതിവേഗ റെയിൽവേയും അല്ലേ വേണ്ടത്. ഈ രണ്ട് മണ്ണാങ്കട്ടിയും ആർക്കും കൊടുത്തില്ല. മണ്ണാങ്കട്ടിയല്ല കേട്ടോ, നമ്മുടെ കേരളം അങ്ങോട്ട് പുരോഗമിക്കാൻ പോവുകയാണ്, വികസിക്കാൻ പോവുകയാണ് വരുന്നതോട് കൂടിയിട്ട്. അത് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ BJPയുടെ വോട്ടും ശരാശരി വിജയവും 30% വർദ്ധിക്കുമെന്നാണ് ഇന്ത്യൻസ് റിപ്പോർട്ട് നേരത്തെ കൊടുത്തത്. പക്ഷെ അങ്ങനെ ഒരു ഇവിടെ വേണ്ട. ഇത്തവണ ഭരണം വേണ്ട. ആര് ജയിച്ചാലും തോറ്റാലും നമുക്ക് പ്രശ്നമില്ല. ഇപ്രാവശ്യം കൂടെ പിണറായി വരെ എണിച്ച് വന്നോട്ടെ. എപ്രാവശ്യത്തെ BJP വോട്ടൊക്കെ ആർക്ക് ചെയ്യാം, CPM പിണറായിയുടെ വിജയത്തിന് വേണ്ടി കൊടുക്കാം എന്ന് കൂടി തീരുമാനിച്ചിട്ടാണ് കേന്ദ്രം തീരുമാനിച്ചത്. ഇത്തവണ നമുക്ക് ഭരണം വേണ്ട, CPMന് മതി. അപ്പോൾ അവര് കേന്ദ്രം അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് സമരം നടത്തും. ആ സമരത്തിൽ CPMന് വോട്ട് കിട്ടും എന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തത്. അതോടൊപ്പം പിണറായിൻ്റെ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലുള്ള ഡൽഹിയിലെ ലാവ്ലിംഗ് കേസ്, സുപ്രീം കോടതിയിലെ ലാവ്ലിംഗ് കേസ്, അതേപോലെ വേറെന്താണ് ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ കരിമണൽ കർത്തയുടെ ഷോൺ ജോർജ് കേസ്, ഇതെല്ലാം മൂലയ്ക്ക് എടുത്തിടും, തൊടില്ല. പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നും സുരേഷ് ഗോപി മിണ്ടില്ല, മുരളീധരൻ മിണ്ടില്ല, അതേപോലെ ഇവിടുത്തെ ഒരു നേതാക്കന്മാരും മിണ്ടില്ല. കാരണം എന്താ, ഇപ്രാവശ്യം പിണറായി വിജയനെ എങ്ങനെ മൂന്നാമതൊന്ന് കയറ്റി കൊണ്ടുപോകാം, BJPയുടെ വോട്ട് അങ്ങോട്ട് മറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. ഒരു 3-4 സീറ്റ് എങ്ങനെയും പിണറായി വിജയൻ വിജയിപ്പിച്ചു കൊടുക്കും. ബാക്കി 136 സീറ്റിലും LDFന് വേണ്ടി വോട്ട് ചെയ്യും. അതിന് 4 സീറ്റ് പിടിച്ചാൽ മതി നമുക്ക്, അല്ല മാക്സിമം 10 സീറ്റ്. ബാക്കി 130 സീറ്റിലും അവർ വിജയിക്കട്ടെ. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നിരാശനായി. കാരണം അദ്ദേഹത്തിന് അഭിമാനമുള്ള ഒരാളായിരുന്നു. കേന്ദ്രം ഒരു തരത്തിലും 1% പോലും നീതി BJPയോട് കാണിച്ചില്ല, സുരേഷ് ഗോപിയോട് കാണിച്ചില്ല. പിന്നെ അദ്ദേഹം ആമേനെ മുട്ടേനും കുറിച്ചിട്ടാണ് പറയുന്നത്. അത് പറഞ്ഞ് മലർന്നു കിടന്ന് തുപ്പുകയാണ് പാവം സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. കേരളത്തിനായി 3795 കോടി രൂപ വകയിരുത്തിയത് ഈ യാത്രയിലെ മറ്റൊരു നാഴികക്കല്ലാണ്. ഒന്നും കിട്ടിയില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഒരു രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സാധിക്കില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ആമയുടെ മുട്ടയുടെയും ഒക്കെ കാര്യം, തേങ്ങയുടെയും കാര്യങ്ങളൊക്കെ വരും വഴിയെ എല്ലാവരുടെയും ജീവിതാനുഭവത്തിലേക്ക് പകർന്നെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അന്ന് ചോദ്യം ചെയ്തോളൂ, ശവപ്പറമ്പിലാണെങ്കിൽ അവിടെ വന്ന് ചോദ്യം ചെയ്തോളൂ. 2014 മുതൽ 125 കിലോമീറ്റർ പുതിയ റെയിൽവേ ട്രാക്കുകൾ കണക്ടിവിറ്റി ശക്തമാക്കിയിട്ടുണ്ട്. കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം ഇപ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 3 വന്ദേ ഭാരത്, 3
അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ആധുനിക ട്രെയിൻ സർവീസുകൾ യാത്രയുടെ വേഗതയും സൗകര്യവും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ചു. യാത്രക്കാർ ഏറെയുള്ള 2 വന്ദേ ഭാരത് ട്രെയിനുകളിലെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്നും 16-ഉം 20-ഉം ആയി ഉയർത്തി. സ്റ്റേഷൻ പുനർവികസനം, ഫ്ലൈ ഓവറുകൾ, അണ്ടർപാസുകൾ, എല്ലാവർക്കും പ്രാപ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ യാത്രക്കാരുടെ സൗകര്യങ്ങളെ നിരന്തരം മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ സ്റ്റേഷനുകളിലും എസ്കലേറ്ററുകളും ലിഫ്റ്റുകൾക്കും ഉയർന്ന മുൻഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ തൃപ്പൂണിത്തറയിലും ചങ്ങനാശ്ശേരിയിലുമായി 4 ലിഫ്റ്റുകൾ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. അതുപോലെ ആലുവ സ്റ്റേഷനിലെ 2 പുതിയ ലിഫ്റ്റുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ പാർക്കിംഗ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലൂടെ ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ്. ഭാവിയിലേക്ക് നോക്കുമ്പോൾ വികസിത കേരളം, വികസിത ഭാരതം എന്നീ കാഴ്ചപ്പാടുകൾക്കനുസൃതമായി കേരളത്തിന്റെ വികസനത്തിനായി ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന ഇടനാഴികളിൽ ട്രെയിനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നതിനുമായി സർവേകൾക്ക് അനുമതി നൽകിയതായി ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ഈ കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് നൽകിയത്. ഷൊർണൂർ മംഗലാപുരം 3-4 വരികൾ, കോയമ്പത്തൂർ ഷൊർണൂർ 3-4 വരികൾ, മൂന്നാമത്തെ 4-മത്തെ. ഷൊർണൂർ എറണാകുളം 3-ാം വരി, എറണാകുളം കായംകുളം കോട്ടയം വഴിയുള്ള പാത 3-ാം വരി, കായംകുളം തിരുവനന്തപുരം 3-ാം വരി, തിരുവനന്തപുരം നാഗർകോവിൽ 3-ാം വരി, തുറവൂർ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നടപടികൾ കേരളത്തിലെ കണക്ടിവിറ്റി ശക്തമാക്കുകയും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഇതിലില്ലാത്ത ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരു 3 മാസം മുമ്പാണ്, അന്ന് 2009-ൽ കേന്ദ്രമന്ത്രിയായിരുന്ന, റെയിൽവേ സഹമന്ത്രിയായിരുന്ന ശ്രീ സ്വർഗീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ സ്വപ്ന പദ്ധതി ഗുരുവായൂർ പൊന്നാനി ലൈൻ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിപ്പോ ശ്രീ അശ്വിനി വൈഷ്ണവ് നരേന്ദ്രമോദിജിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഡീഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പോട്ട് പോകുന്ന കാലം വളരെ വിദൂരമല്ല എന്ന സൂചനയും കൂടിയുണ്ട്.